ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹരിഹര വീരമല്ലു, അതിൻ്റെ ട്രെയിലറാണ്. ട്രെയിലർ പാർട്ട് 1. പവൻ കല്യാൺ, പവർ സ്റ്റാർ പവൻ കല്യാൺ മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഹരിഹര വീരമല്ലു. മല്ലൂസ് മലയാളീസ് എന്ന് പറയുന്നത് വീരമല്ലു. അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. അതുപോലെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഇതൊക്കെ കണ്ടാലൊക്കെ നമ്മളെ RRR പോലെയുള്ള ഒരു ചിത്രം, അങ്ങനത്തെ ഒരു ടൈപ്പ് ചിത്രമാണെന്ന് തോന്നുന്നു. അതിൻ്റെ തംബ്നൈലൊക്കെ കണ്ടൊക്കെ. പിന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയും കൂടെയാണ്. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്രിഷ് ജഗർലമുടി, പുള്ളിയുടെ ആണെന്ന് തോന്നുന്നു സ്റ്റോറി അല്ലേ? പിന്നെ ജ്യോതി കൃഷ്ണയും ക്രിഷ് ജഗർലമുടി. അപ്പൊ രണ്ട് സംവിധായകരുടെ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വലിയ ഒരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആക്ഷൻ സീൻസ് അല്ലേ, അതിന് ആക്ഷൻ സീനിന് ഇമ്പോർട്ടൻ്റ് ഉള്ള മൂവിയും കൂടെയാണ്. ഏതായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീട്ടിലോട്ട് പോവാം. ఈ దేశ శ్రమ బాక్ష పాదాల కింద నలిగిపోతున్న సమయం, ఒక వీరుడు కోసం ప్రకృతి పురుడు పోసుకుంటున్న సమయం. గోల్కొండను నీ 8వ వాడు బయలుదేరాడు. వాడు ప్రాణాలు చేరుకోకూడదు. നാട്ടുരാജ്യങ്ങൾ ആ ഒരു അല്ലേ സംഭവം. ജേർണി ഫോർ ധർമ്മ. చరిత్ర సింహాసనమా, మరణ శాసనమా. సోర్డ్ ఆఫ్ ఫియర్. మీద ఉన్నది ఒక్కటే కోహినూర్. దాన్ని కొట్టి తీసుకురావడానికి తిరుగులేని రామబాణం కావాలి. അത് കൊള്ളാം, സൂപ്പർ സീൻ. ఇప్పుడు దాకా మేకలు పవన్ కళ్యాణ్ చూస్తుంటారు. VFXനൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള മൂവിയാണ്. ആക്ഷൻ സീന് വെക്കാം. దశమి రోజు పంచమని విడిపించాలన్నమాట. నేను రావాలని చాలా మంది దేవుడికి దండం పెట్టుకుంటా ఉంటారు, కానీ నేను రాకూడదని మీరు చూస్తున్నారు. వినాలి, వీరమల్లు చెప్పింది వినాలి. నువ్వు మా వెర్రిపిస్తున్న మామయ్యవు కదూ. VFX കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടോ? സണ്ണി ഡിയോ, ബോളിവുഡ് ആക്ടർ. ഫുൾ ആക്ഷൻ സീൻസ് ആണ് വന്നിരിക്കുന്നത്. കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫി ആണോ? പാർട്ട് 1. Wow, what a shot. Sword vs Spirit. July 24th. ജൂലൈ 24th ആണ് ചിത്രം റിലീസാവുന്നത്. അപ്പം ഇന്നാണ് 24th. എന്താ ട്രെയിലർ, സൂപ്പർ ട്രെയിലറായിരുന്നു. അതുപോലെ അല്ലേ, ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി പറയുന്ന ചിത്രമാണെന്ന് തോന്നുന്നു. ഒരു മുഗൾ കാലഘട്ടത്തില്
നാട്ടുരാജ്യങ്ങളുടെ കഥ പറയുന്ന ചിത്രം, അങ്ങനെ ഒരു ടൈപ്പ് തീമാണ്. പിന്നെ ഒരുപാട് ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അല്ലേ, കിടിലം ഷോർട്സ്, ചില ഷോർട്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ RRലൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ബാഹുബലിയിലൊക്കെ കാണിക്കുമ്പോഴത്തെ ഷോട്ട്. പിന്നെ ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കീരവാണി, MM കീരവാണി. അല്ലെ, അതിൽ ഓസ്കാർ കിട്ടിയ. അതുപോലെ RRRല് ആ തകർപ്പൻ മ്യൂസിക്, അല്ലെ തകർപ്പൻ സോങ്, അല്ലെ വേൾഡ് മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും പോപ്പുലറായ സോങ് ആയിരുന്നു അത്. അതിൻ്റെ അതേ മ്യൂസിക് ഡയറക്ടറാണ് ഇതിലും വന്നിരിക്കുന്നത്, കീരവാണി, MM കീരവാണി. പിന്നെ ചിത്രത്തിന്റെ ആക്ഷൻ സീൻസ്, ഇങ്ങനത്തെ ചിത്രമാകൊണ്ട് ആക്ഷൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആക്ഷനൊക്കെ സൂപ്പറായിരുന്നു. അതിൽ 2 or 3 കൊറിയോഗ്രാഫറാണ്, ആക്ഷൻ കൊറിയോഗ്രാഫർ. നമ്മൾ പീറ്റർ ഹെയ്നൊക്കെ ഉണ്ട് കൊറിയോഗ്രാഫറിൽ. പിന്നെ പറയേണ്ടത് എന്താണ്, ഇതിൻ്റെ ബോളിവുഡ് ആക്ടർ, എനിക്ക് തോന്നുന്നു വില്ലനായിട്ട് വരുന്നത് ബോളിവുഡ് ആക്ടർ, പേര് മറന്നുപോയല്ലോ, സണ്ണി ഡിയോൾ അല്ലേ, ബോബി ഡിയോൾ ആയിരിക്കും ഇതിൽ വില്ലനായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു വേഷം മെയിനായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. പിന്നെ വരുന്ന അല്ലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും, പക്ഷെ ട്രെയിലറിൽ പുള്ളി കുറച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും മാസ് പവൻ കല്യാൺ തന്നെയാണ് ട്രെയിലറിൽ സൂപ്പറായിട്ട് നിൽക്കുന്നത്. പിന്നെ ചിത്രം അല്ലേ ഒരു ഫാസ്റ്റായിട്ട് പോകുന്നെങ്കിൽ, അതായത് ഒരു ലാഗ് ഇല്ലാതെ ചിത്രം പോകുന്നെങ്കിൽ എങ്ങനെയായാലും നല്ല ബോക്സ് ഓഫീസ് സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് അല്ലേ, ഫസ്റ്റ് എന്നല്ലേ, ഫസ്റ്റ് പാർട്ടാണ്. അതിന്റെ കണ്ടിന്യൂഷൻ കാണും, സെക്കൻഡ് പാർട്ട് കാണും. അപ്പം ഫസ്റ്റിന്റെ വിജയം പോലെ ഇരിക്കുമായിരിക്കും അല്ലേ, ആ ഒരു സെക്കൻഡ് വരണോ വേണ്ടോ, ചിലപ്പോൾ എടുത്താലായി നല്ല വിജയമായിരിക്കും. ചിലപ്പം ഇങ്ങനത്തെ ചിത്രങ്ങളിൽ ചിലപ്പം അല്ലേ ആ ഒരു സ്ലോ ഡൗൺ ആണെങ്കിൽ ചിലപ്പം ഫസ്റ്റ് ഹാഫ് അല്ലെ അങ്ങനെ ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. പക്ഷെ കുറച്ച് എന്താ പറയുക, വേഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ കുറച്ച് സ്പീഡാണെങ്കിൽ പടം സൂപ്പറായിരിക്കും. ചെറിയൊരു സ്റ്റോറി, പിന്നെ സോങ്, ഫൈറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് എൻഗേജ് ആകും. ലാഗ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡബിളാം. എന്തായാലും ചിത്രം അല്ലേ നല്ലൊരു വിജയമായി തീരട്ടെ. എന്തായാലും സൂപ്പർ ട്രെയിലറായിരുന്നു. പവൻ കല്യാണിന്റെ പേര് ചിത്രം ഹരിഹര വീരമല്ലു. ബാറ്റിൽ ഫോർ ധർമ്മ എന്ന ടാഗ് ലൈനോടെയാണ് പുറത്തിറക്കിയിരിക്കുന്ന ട്രെയിലർ. പിന്നെന്തോ അതിന്റെ ഒരു സ്റ്റോറി ബേസ് പറയുന്നത് എന്തോ ഡയമണ്ട് കൊയ്നൂർ വജ്രം അതിന്റെ ഒരു ഇതായി മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ ഒരു മോഷണ അതാണ് ഈ ചിത്രം നരേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇതില് കൊടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ വീണ്ടെടുക്കാനുള്ള ദൗത്യം, ഒരു നഗരത്തെ രക്ഷിക്കാനുള്ള ഒരു നഗരത്തെ അല്ലെങ്കിൽ ഒരു സിറ്റിയെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ദൗത്യമായിട്ടാണ് അതിനെ ചെല്ലുന്നത് അല്ലേ. അങ്ങനെയാണ് ആ ഒരു കഥയായിരിക്കും ഈ ചിത്രം പറയുന്നത്. എന്തായാലും സൂപ്പർ സ്റ്റോറി ആയിരിക്കും അല്ലേ. അപ്പം വേൾഡ് വൈഡ് അല്ലെ പാൻ ഇന്ത്യ മൂവി ആയിരിക്കും. എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.